രാജ്യവ്യാപകമായി കസ്റ്റംസിന്റെ ഓപ്പറേഷൻ നുംകൂർ നടപടി നടക്കുന്നു എന്നുള്ള വിവരമാണ്. ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നുവെന്നാണ് കണ്ടെത്തൽ. കേരളത്തിൽ 30 ഇടങ്ങളിൽ പരിശോധനയുണ്ട്. നടൻ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും അടക്കം വീടുകൾ ഒന്നുകൂടി ചേർക്കേണ്ട നടൻ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും നടൻ മമ്മൂട്ടിയുടെയും വീട്ടിലാണ് പ്രത്യേകിച്ചിട്ട് അന്വേഷണങ്ങൾ നടക്കുന്നത്. സുഹൃത്തുക്കളെ, ഓപ്പറേഷൻ നുങ്കൂർ, ഈ നുങ്കൂർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളത് ബേജാറാവൊന്നും വേണ്ട. സംഗതി എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ നികുതി വെട്ടിച്ചിട്ട് ഭൂട്ടാനിൽ നിന്ന് ഒരുപാട് വാഹനങ്ങൾ ഇവിടേക്ക് കുറെ ഇടനിലക്കാർ എത്തിക്കുന്നു. അങ്ങനെ എത്തിക്കുന്ന വാഹനങ്ങൾ വളരെ വില കുറഞ്ഞ രീതിയിൽ പൃഥ്വിരാജിനും ഒപ്പം തന്നെ ദുൽഖർ സൽമാനും മമ്മൂട്ടിയുടെ വീടുകളിൽ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മലപ്പുറം ജില്ലയിലും പ്രത്യേകമായിട്ടുള്ള ഒരു അന്വേഷണ സംഘം ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ 5 ജില്ലകളിലെ 30 ഇടങ്ങളിലാണ് ഈ അന്വേഷണങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ എന്താണ് ഭൂട്ടാൻ വാഹനക്കടത്ത് വെച്ച് കഴിഞ്ഞാൽ, ഭൂട്ടാൻ പട്ടാളം ലേലം ചെയ്ത SUV-കൾ, ഭൂട്ടാൻ പട്ടാളമാണോ ലേലം ചെയ്ത് കഴിഞ്ഞ SUV-കൾ ഇടനിലക്കാർ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കും. അത് ഹിമാചലിൽ രജിസ്ട്രേഷൻ ചെയ്ത് വൻ വിലയ്ക്ക് മറിച്ചു വിറ്റു. വ്യവസായികളും സിനിമാ താരങ്ങളും ഈ വാഹനം വാങ്ങിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. കേരളത്തിൽ വിറ്റത് ഏകദേശം 200ഓളം വാഹനങ്ങൾ. ഈ 200ഓളം വാഹനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ പൃഥ്വിരാജിന്റെ വീട്ടിലെയോ നമ്മുടെ മമ്മൂട്ടിയുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ദുൽഖർ സൽമാന്റെ വീട്ടിലോ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പ്രത്യേകമായിട്ട് ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങൾ. എന്തായാലും സംഗതി ഗംഭീരമാണെന്ന് മാത്രം പറയേണ്ടി വരും. ഇതിനൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെടാത്ത ഒരു ചോദ്യം ഇതിനിടയിൽ കൂടെ ഒന്നങ്ങോട്ട് പോകുന്നുണ്ടേ. നമ്മുടെ സുരേഷ് ഗോപി വേറെ ഏതോ ഒരു സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തൊരു കാറ് നമ്മളെ കേരളത്തേക്ക് നികുതി വെട്ടിച്ചു കൊണ്ടുവന്നു എന്നും പറഞ്ഞ ഒരു കേസെങ്ങാണ്ട് പണ്ടെങ്ങാണ്ട് നിലവിലുണ്ടായിരുന്നല്ലോ. ആ ഒരു കേസിനിപ്പോ എന്തെങ്കിലും വാലും തുമ്പൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തുവാടാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എന്നോട് ചോദിക്കരുത് കേട്ടോ. എന്തായാലും ഇന്നിറങ്ങിയ വാർത്തകളൊക്കെ അതിഗംഭീരമാണ്. രാജ്യവ്യാപകമായി കസ്റ്റംസിന്റെ ഓപ്പറേഷൻ നുംകൂർ നടപടി നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ്. ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നുവെന്നാണ് കണ്ടെത്തൽ. കേരളത്തിൽ 30 ഇടങ്ങളിൽ പരിശോധനയുണ്ട്. നടൻ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും അടക്കം വീടുകൾ പരിശോധന എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. ഓപ്പറേഷൻ നുംകൂർ. സുഹൃത്തുക്കളെ, ഇതിന്റെ ഒരു ആവശ്യം നമ്മുടെ പൃഥ്വിരാജിനായാലും അല്ലെങ്കിൽ നമ്മുടെ ദുൽഖർ സൽമാൻ ആയാലും അല്ലെങ്കിൽ നമ്മുടെ മമ്മൂട്ടിക്കായാലും വേണ്ടതുണ്ടോ അല്ലെങ്കിൽ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം. ഇനിയിപ്പോ എൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഞാനിങ്ങനെ വീഡിയോകളൊക്കെ പലപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇതിനൊക്കെ കടന്നു ചിന്തിക്കുമല്ലോ. അങ്ങനെ കടന്നു ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ സുഹൃത്തുക്കളെ, ഒന്ന് പൃഥ്വിരാജിനെതിരെയാണ്. ഈ അടുത്ത കാലത്ത് ഒരു സിനിമ ഇറക്കിയിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കിയ മനുഷ്യനാണ്. നമ്മുടെ സംഘപരിവാറിനെതിരൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയ ഒരാളാണ്. രണ്ടാമത് നമ്മുടെ ദുൽഖർ സൽമാനാണ്. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ മമ്മൂക്കയുടെ മകനാണ്. ഇനി ഒന്ന് അന്വേഷണം ഇപ്പോഴാ ഏറ്റവും പുതുതായിട്ട് നടക്കുന്നത്, ഒരുപാട് വാഹനങ്ങൾ നിരത്തിയിട്ട് പഴയ വാഹനങ്ങളടക്കം ഇങ്ങനെ നിരത്തിയിട്ടിട്ടുള്ള നമ്മുടെ മമ്മൂക്കയുടെ വീട്ടിലും അന്വേഷണം നടക്കുന്നു, ആ വീട്ടിലും പരിശോധന നടക്കുന്നു എന്നാണ് ഇപ്പൊ കിട്ടുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇതിലെന്തൊക്കെയോ നമുക്ക് ഫിഷി മണക്കുന്നില്ലേ. ഒപ്പം നമ്മുടെ മലപ്പുറം ജില്ലയിലുണ്ടെന്നേ. അപ്പൊ കൃത്യമായിട്ടും ആരൊക്കെയോ ടാർഗറ്റ് ചെയ്തിട്ടാണോ ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്ന് എന്നെ പോലുള്ള ആൾക്കാർ ചിലപ്പോൾ സംശയം ഉന്നയിച്ചു കഴിഞ്ഞാൽ എന്നെ കുറ്റം പറയാൻ കുതിരിക്കരുത് കേട്ടോ. ഞാൻ പലപ്പോഴും പറയല, എന്നെ കുറ്റം പറയണ്ട, എന്റെ ചിന്തകളെ കുറ്റം പറഞ്ഞാൽ മതി. എന്തായാലും കേട്ടോക്കാം. എന്ന് പറയുന്നത് കസ്റ്റംസ് രാജ്യവ്യാപകമായി ഇന്ന് നടത്തുന്ന റെയ്ഡിന്റെ രാജ്യവ്യാപകമാണ്. നുംകൂർ എന്നാൽ ഭൂട്ടാനീസ് ഭാഷയിൽ വെഹിക്കിൾ എന്നാണ് അർത്ഥം, വാഹനം എന്നാണ് അർത്ഥം. അതായത് വാഹനം എന്നാണ് അർത്ഥം. ഇതുമായി ബന്ധപ്പെട്ട പരിശോധന കസ്റ്റംസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായിട്ടാണ് വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുന്നത്. സിനിമാ താരങ്ങളായ പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ എന്നിവരുടെ വീടുകളിലും പരിശോധന നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോ പൃഥ്വിരാജിന്റെ വീട്ടില് പരിശോധന നടക്കുന്നുണ്ട്. പൃഥ്വിരാജാണ് ഇങ്ങനെ വാഹനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചു വെച്ചിട്ടുള്ള മനുഷ്യൻ. പിന്നെ നമ്മുടെ ദുൽഖർ സൽമാനാണ്, അതേ ഇങ്ങനെ വാഹനഭ്രാന്ത് ഉണ്ടെന്ന് കേൾക്കുന്നു. പിന്നീട് മമ്മൂക്കയാണ്, 100% വാഹനഭ്രാന്തുണ്ട്. പിന്നൊരു വാഹനഭ്രാന്തുള്ളത് ഫഹദ് ഫാസിലാണ്. തീർച്ചയായിട്ടും ഫഹദ് ഫാസിലിന്റെ വീട്ടിൽ ചെല്ലണം. പിന്നൊരു വാഹനഭ്രാന്തുള്ള ഒരു മനുഷ്യൻ നമ്മുടെ ടൊവിനോ തോമസ് ആണ്. തീർച്ചയായിട്ടും മൂപ്പരൊക്കെ വീട്ടിലേക്ക് ചെല്ലണം. ഞാൻ ഈ പറഞ്ഞ ഈ പേരുകാരൊക്കെ ഉണ്ടല്ലോ, ഈ പേരുകാര് ഇപ്പൊ നിലവിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടീമിനെതിരെയൊക്കെ പലപ്പോഴും എന്തെങ്കിലും വർത്തമാനമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ പൃഥ്വിരാജ് അല്ലേട്ടോ, നമ്മുടെ ടൊവിനോ നമ്മുടെ ഫഹദ് ഫാസിലാണ് ഒരിക്കലും അവാർഡ് പോലും സ്വീകരിക്കാതെ ഇറങ്ങി വന്ന ചരിത്രമൊക്കെ ഉണ്ട്. എന്തായാലും ഇതിങ്ങനെ രാഷ്ട്രീയം കൂടി ഇതിൻ്റെയൊക്കെ പുറകിലുണ്ടോ, രാഷ്ട്രീയപരമായിട്ടാണോ ഈ ഒരു അന്വേഷണത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എന്താ രാജ്യവ്യാപകമായിട്ട് എല്ലായിടത്തും ഇത് നടക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. നമ്മുടെ കേരളം അല്ലാതെ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ
കർണാടക സ്റ്റേറ്റുകളിലോ എവിടൊക്കെയാണ് ഇത്തരത്തിൽ അന്വേഷണം നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. അവിടെ ആരൊക്കെ വീട്ടിലാണ് ഇവർ കയറിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ അറിയില്ല കേട്ടോ. തിരുവനന്തപുരത്തെ വീട്ടിൽ കസ്റ്റംസ് സംഘം എത്തിയിരുന്നു. പക്ഷേ അവിടെ വാഹനങ്ങളൊന്നും കാണാത്തതിനാൽ അവരോടൊന്ന് മടങ്ങിപ്പോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പൃഥ്വിരാജിന്റെ തേവരയിലുള്ള വീട്, ദുൽഖർ സൽമാന്റെ പരമ്പള്ളി നഗറിലുള്ള വീട് എന്നിവിടങ്ങളിലൊക്കെ തന്നെ കസ്റ്റംസ് സംഘം പരിശോധന നടത്തുന്നുണ്ട്. വലിയ ആഡംബര വാഹനങ്ങൾ നികുതി കുറച്ച് ഈ ഭൂട്ടാനിൽ രജിസ്റ്റർ ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരികയും പഴയ വാഹനങ്ങൾ എന്നുള്ള പേരിൽ രജിസ്റ്റർ ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരികയും അങ്ങനെ നികുതി വെട്ടിപ്പ് വലിയ തോതിൽ നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് കസ്റ്റംസിന്റെ കണ്ടെത്തലായി വന്നിരിക്കുന്നത്. എന്തായാലും കസ്റ്റംസ് കണ്ടെത്തിയ കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ എന്താ പറയാ, നികുതിയൊക്കെ വെട്ടിച്ചിട്ട് വളരെയധികം, കാരണം ഒരു ആഡംബര വാഹനമൊക്കെ കൊണ്ടുവരെങ്കിൽ എത്ര നികുതി അടക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ പഴയ വാഹനങ്ങൾ എന്ന രീതിയിൽ നികുതി വെട്ടിക്കുന്നു. പഴയ വാഹനങ്ങളിൽ ലേലം കൊടുത്തിട്ടാണ് ഈ പട്ടാളക്കാർ ഉപയോഗിച്ചിരുന്ന വാഹനമാണത്രേ, അത് ലേലത്തിലാത്ര വിൽക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് അത് അവിടെയുള്ള ഇടനിലക്കാരെ വാങ്ങിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് വാങ്ങിച്ചതിൽ ഇവന്മാരെ കുറ്റം പറയാൻ പറ്റില്ല. നമുക്ക് പൃഥ്വിരാജിനെ ആയാലും ഇനിയിപ്പോ നമ്മുടെ ദുൽഖർ സൽമാനെ ആയാലും മമ്മൂക്കയായാലും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല എന്നല്ല. കാരണം ഇടനിലക്കാരിൽ നിന്നാണ് ഇവരിത് വാങ്ങിക്കുന്നത്. ഇവർക്ക് അറിയില്ലല്ലോ ഇതിപ്പോ വേറെ വല്ല സ്ഥലത്ത് നിന്ന് കള്ളത്തരായിട്ട് സംഗതിയാണെന്ന്. ഒരു പക്ഷേ അത്ര ഇൻഫർമേഷൻസ് ഒന്നും ഇവർക്ക് ചിലപ്പോൾ പകർന്നു കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇവരിതില് നിഷ്കളങ്കരാന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. ഇവർ അറിയാതെ വിട്ടുപോയെന്നൊക്കെ പറയേണ്ടി വരും. എന്നിട്ടും എന്റെ സംശയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ വളരെ രഹസ്യമായിട്ട് ഇങ്ങനെ അതിഭീകരമായിട്ടുള്ള അന്വേഷണം നടക്കുന്നു? അത് നമ്മുടെ കോഴിക്കോട് നടക്കുന്നു, നമ്മുടെ മലപ്പുറത്ത് നടക്കുന്നു, നമ്മുടെ മമ്മൂക്കയുടെ വീട്ടിൽ നടക്കുന്നു. മറ്റു നടന്മാരൊന്നുമില്ല. മോഹൻലാലിനെ ഒഴിവാക്കിയ, മോഹൻലാൽ അങ്ങനത്തെ വാഹനപ്രാന്തൊന്നും ഇല്ലേ? മോഹൻലാൽ ഒഴിവാക്കപ്പെടാൻ സാധ്യത ഉണ്ട് കേട്ടോ. എൻ്റെ ഒരു സാധാരണ ഒരു വർത്തങ്ങനെ പറഞ്ഞാണ്. മോഹൻലാൽ ഒഴിവാക്കപ്പെടും, ഈ അന്വേഷണത്തിൽ നിന്ന് മോഹൻലാൽ ഒഴിവാക്കപ്പെടും എന്നാണ് വിചാരിക്കുന്നത്. അതേപോലെ തന്നെ നിലവിലുള്ള ഈ സംഘപരിവാർ ചിന്തകളെ എതിർക്കാത്ത ഒരുത്തന്റെ വീട്ടിൽ അവന്മാര് കയറൂല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അവന്മാരെ വീട്ടിലൊന്നും കയറാൻ സാധ്യത. മമ്മൂക്കയുടെ വീട്ടിലൊക്കെ 100% കയറും. ദുൽഖർ സൽമാന്റെ വീട്ടിലൊക്കെ എന്തായാലും കയറും. പൃഥ്വിരാജ് കയറിയില്ല. അവിടെ 3-4-5-6 കാറുകളൊക്കെ വന്നിട്ട് ഒരു വലിയ പട തന്നെ വന്നിട്ടായിരിക്കും അവിടെ തീർച്ചയായിട്ടും അന്വേഷണം നടക്കുമെന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. എന്തായാലും സുഹൃത്തുക്കളെ, ഇതിന്റെ പുറകിലും രാഷ്ട്രീയമുണ്ടോ എന്നാണ് എൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള സംശയം കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വയ്ക്കുക സുഹൃത്തുക്കളെ. എല്ലായ്പ്പോഴും പറയാറില്ല, പക്ഷെ ഇപ്പൊ പറയുന്നു, വീഡിയോ ഒന്ന് സബ് ചെയ്യണം കേട്ടോ. വീഡിയോയില്ല, നമ്മുടെ ചാനലാണെ ഒന്ന് സബ് ചെയ്യണം. ഒപ്പം തന്നെ നമ്മുടെ സഹൃദയരായിട്ടുള്ള കൂട്ടുകാർക്ക്, ഈ ആശയൊക്കെ പിന്തുടരുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുന്നേ. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ.